കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് UGയുടെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ടറി സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇഗ്നോ ടേമിന്റെ എക്സാമിനേഷൻസ് നമുക്ക് അപ്രോച്ച് ചെയ്യാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് വേണം സിലബസിനെ പറ്റിയിട്ട്, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പാറ്റേൺസിനെ പറ്റിയിട്ട്, ടോപ്പിക്സിനെ പറ്റിയിട്ട്, വരാൻ പോകുന്ന എക്സാം ട്രെൻഡ്സിനെ പറ്റിയിട്ട്. സോ അതൊക്കെയാണ് ലേൺവൈസിന്റെ ഈ ഇഗ്നോ ഫോക്കസ് 3.0 എന്ന് പറഞ്ഞ സെക്ഷനിലൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാം കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടും അതിന് നന്നായിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ ഈ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് കേൾക്കാം. സോ BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെ ഏതൊക്കെ ടോപ്പിക്സുകൾ നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ചിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ അനാലിസിസ് ആണ്. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന വൺ ഓഫ് ദി എഫക്റ്റീവ് ടൂൾ ആണ് എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ. സിലബസിന്റെ അകത്ത് ഓരോ എക്സാമിനേഷൻ വരുന്ന ടോപ്പിക്സുകൾ മാപ്പ് ചെയ്തിട്ട് വരാൻ പോകുന്ന ടോപ്പിക്സിന്റെ പ്രഡിക്റ്റബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കെയർഫുൾ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺസ്, അതിന്റെ എക്സാമിനേഷൻ വരുന്ന പാറ്റേൺസ്, റെക്കറിംഗ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതിന്റെ തീംസ് ഒക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ സിലബസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈക്രോ ടോപ്പിക്സ് അനാലിസിസിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രഡിക്റ്റബിലിറ്റി അനാലിസ്റ്റിക് പാർട്ടിലൂടെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഹൈ പ്രഡിക്റ്റബിലിറ്റി ആയിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഓവർവ്യൂ ഓഫ് ദി ഡോക്യുമെന്റ് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതായത് എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളതും അതിന്റെ അപ്രോച്ച്, അതിന്റെ റോഡ് മാപ്പിംഗ് ഒക്കെയാണ് നമ്മൾ അതിലൂടെ നോക്കുന്നത്. അതേപോലെ തന്നെ സിലബസ് മാപ്പിംഗ്, ഓരോ ബ്ലോക്കുകളിലൂടെയും ഓരോ യൂണിറ്റുകളിലൂടെയും ഓരോ ടോപ്പിക്കിലൂടെയും നമ്മൾ പോയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയ്ക്കാണ് ഈ വരുന്ന എക്സാമിന് എന്നുള്ളത് നോക്കും. ഇപ്പൊ ഇതിനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ഗോൾസ് എന്തൊക്കെയാണ്, ഫുഡ് സെക്യൂരിറ്റി തീം, അതിന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഗ്ലോബൽ ഗവർണൻസ്, അതൊക്കെ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഉള്ള ടോപ്പിക്സുകളാണ്. അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ പാറ്റേൺ അനാലിസിസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചേഴ്സ്, essay ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, തീം ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഫോമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ടോപ്പിക് ബേസ് എക്സാമിനേഷൻ ഓരോ യൂണിറ്റിൽ നിന്ന് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. ബ്ലോക്ക് വൈസ് നോക്കുന്നുണ്ട്, യൂണിറ്റ് വൈസ് നോക്കുന്നുണ്ട്, ടോപ്പിക് വൈസ് നോക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്കുകളും എത്ര ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. നമ്മൾ എക്സാമിനേഷൻ പഠിക്കുന്ന സമയത്ത് ഇത് വെച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ടോപ്പിക് പ്രഡിക്റ്റബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് നോക്കുമ്പോൾ 2024 ഡിസംബറിൽ വരുന്ന എക്സാമിനേഷനിൽ മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് പ്രഡിക്റ്റീവ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രഡിക്റ്റബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതിന്റെ കണ്ടന്റ് പാർട്ട് വരുന്ന സമയം നമ്മൾ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും ലേൺവൈസിന്റെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 3.0 നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഉത്തരം എഴുതണം, ആ ഉത്തരം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് അതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളത് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൂടെ. സോ ഇത് ഒരു നമ്മളതിന്റെ ഡേറ്റ ഡ്രിവൺ സ്ട്രാറ്റജി ഓഫ് എക്സാമിനേഷൻ സക്സസ് നോക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് വരുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ, അതിന്റെ കോൺസെപ്റ്റ്സുകൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഗ്രീൻ ടെക്നോളജി കോൺസെപ്റ്റ്സ്, ഫുഡ് സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സിലബസ് ഫോക്കസ് എടുക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലായിട്ടും പൊട്ടൻഷ്യൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്.
ഇനി പ്രഡിക്റ്റീവ് ഇൻസൈറ്റ്സ് നോക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ആയിട്ട് വരാൻ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ എങ്ങനെ ഒരു എഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു ലേൺ വൈസിന്റെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഗേറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രഡിക്റ്റീവ് അനാലിസിസ് പാർട്ടിലേക്ക് നോക്കുമ്പോൾ ഹൈ പ്രോബിലിറ്റി റെക്കറിംഗ് ടോപ്പിക്സുകൾ നമ്മൾ നോക്കുന്നുണ്ട്. സ്ട്രക്ചേർഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് കവറേജ് എടുക്കുമ്പോൾ വരാൻ ചാൻസ് ഉള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രെൻഡ്സും അതിന്റെ പ്രഡിക്റ്റബിലിറ്റി എലമെന്റ്സ് എത്രയൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസ് നമ്മൾ മിനിമൈസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെ ഏരിയാസിൽ മോർ എഫേർട്ട് കൊടുത്തിട്ട് പഠിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ യുണീക്ക് ആസ്പെക്ട്സ് ഓഫ് BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ കോമൺസ്, അതേപോലെ തന്നെ ക്ലൈമറ്റിക് ചേഞ്ച്. നമുക്കറിയാം ക്ലൈമറ്റിക് ചേഞ്ച് ഒക്കെ വളരെ ഡ്രാസ്റ്റിക്കലി ഇപ്പൊ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ലൈമറ്റ് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ടെക്നോളജി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോളിസീസ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ വരുന്ന എക്സാമിനേഷൻ പാറ്റേൺസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഈ ഒരു പേപ്പർ ആയിട്ടുള്ള BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. സോ ഇതിന്റെ സിലബസ് മാപ്പിംഗ് നോക്കുമ്പോൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസ് എക്സാമിനേഷൻ റെലവൻസ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഈ ഒരു പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 4 മെയിൻ ബ്ലോക്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 മെയിൻ ബ്ലോക്സുകളും മൾട്ടിപ്പിൾ യൂണിറ്റ്സുകളായിട്ടും അത് മൾട്ടിപ്പിൾ യൂണിറ്റ്സുകളും ഡിഫറെന്റ് സബ് ടോപ്പിക്സുകളായിട്ടും ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സ് ആയിട്ടും അപ്ലൈഡ് അപ്രോച്ചസ് ആയിട്ടും ഫ്യൂച്ചർ ഓറിയന്റഡ് പെർസ്പെക്ടീവ്സ് ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ പല സബ് ഡിവിഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക് ബേസും ബ്ലോക്ക് ബേസും യൂണിറ്റ് ബേസും നമ്മൾ എടുത്ത് നോക്കിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് നമുക്ക് മോർ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് പാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യന്റെ അനാലിസിസ് എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ സിലബസിന്റെ മൊത്തത്തിലുള്ള ഓവർവ്യൂ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് 4 ബ്ലോക്കുകളാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ബ്ലോക്ക് 1 വന്നിട്ട് ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. യൂണിറ്റ് 1 മീനിങ് ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിനകത്ത് വരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഹൈ റെക്കറിംഗ് ചാൻസ് ഉള്ള ടോപ്പിക്സുകളാണ് ഇതിനകത്ത് വരുന്നത്. മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. രണ്ടാമത് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മേജർ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ദി സോഷ്യൽ, എക്കണോമിക് ആൻഡ് ദ എൻവയോൺമെന്റൽ കമ്പോണൻസ് ആണ്. അത് കഴിഞ്ഞ് യൂണിറ്റ് 3 വന്നിട്ട് ദ അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അതിനകത്ത് സ്റ്റാറ്റസ് കോഷ്യോ, കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ദ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ചസ് ആണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. അതും ഹൈ ചാൻസ് വരുന്നുണ്ട് ആ ഒരു യൂണിറ്റ്. അതേപോലെ തന്നെ യൂണിറ്റ് 4 വന്നിട്ട് ദ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇതിനകത്ത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും വരുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും വരുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ അടുത്ത ബ്ലോക്ക് വന്നിട്ട് ദ ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ദ ക്ലൈമറ്റിക് ചേഞ്ച് ആണ്. ഇതിനകത്ത് വന്നിട്ട് യൂണിറ്റ് 5 എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ദ ക്ലൈമറ്റിക് ചേഞ്ച്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ കോമൺസ്, ട്രാജഡി ഓഫ് ഗ്ലോബൽ കോമൺസ്, ഗ്ലോബൽ ഗവർണൻസ് റിലേറ്റഡ് ചെയ്തിട്ട് ക്ലൈമറ്റ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കുന്നത്. അടുത്ത യൂണിറ്റ് വന്നിട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇതിനകത്ത് വന്നിട്ട് എർത്ത് സമ്മിറ്റ് 1992 ദ എവല്യൂഷൻ ഓഫ് കൺവെൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. യൂണിറ്റ് 7 വന്നിട്ട് ദ ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ദ ക്ലൈമറ്റിക് ചേഞ്ച് ആണ്. ഇതിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് കോമൺ ആൻഡ് ദ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ബ്ലോക്ക് 3 വന്നിട്ട് ദ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആണ്. അതിനകത്ത് യൂണിറ്റ് 8 വന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, അതിന്റെ ഡയമെൻഷൻസും ഇന്റർ റിലേഷൻഷിപ്സും നോക്കുന്നുണ്ട്. അതേപോലെ യൂണിറ്റ് 9 വന്നിട്ട് ദ ഗ്രീൻ ടെക്നോളജീസ് ഇൻ ഹെൽത്ത്, സാനിറ്റേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ഇതിനകത്ത് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഗോൾ ഓഫ് ഗ്രീൻ ടെക്നോളജീസ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 10 വന്നിട്ട് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിനകത്ത് ദ വിഷൻ ഓഫ് ഫോർ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതൊക്കെ മീഡിയം ചാൻസ് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 4 വന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എ വേ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ്. അത് അടുത്ത ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് 4 വന്നിട്ട് അതിനകത്ത് വരുന്ന യൂണിറ്റ് 11 എന്ന് പറയുന്നത് ദ പോളിസി ഇന്നോവേഷൻസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിന്റെ പോളിസി ഫ്രെയിംവർക്സും ഇന്നോവേഷൻ സ്ട്രാറ്റജീസും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ഇനി അടുത്ത് വന്നിട്ട് യൂണിറ്റ് 12 വന്നിട്ട് ദ ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ട്രൈബൽ റൈറ്റ്സ് ആണ്. ഇതിനകത്ത് മെയിൻലി പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ജസ്റ്റിസ് ആൻഡ് ട്രൈബൽ റൂൾ ആണ്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 13 വന്നിട്ട് ദ ആൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസ് ആൻഡ് കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഓഫ് റിസോഴ്സ് യൂസേജ് ആണ് അതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് 14 വരുമ്പോൾ ദ റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. അതിനകത്ത് NGOs, കോപ്പറേറ്റീവ്സ്, യൂണിവേഴ്സിറ്റീസ് ഇതിന്റെ മെയിൻലി ഉള്ള കാര്യങ്ങൾ വേണം അതിനകത്ത് നോക്കാനായിട്ടുള്ളത്. ഇനി
നമ്മൾ വിഷ്വൽ ബേസ് ചെയ്തുള്ള അനാലിസിസിലേക്കിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിനകത്ത് വന്നിട്ടുള്ള, അതായത് മെയിൻലി 4 ബ്ലോക്കുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിനകത്ത് ഒരു 35% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. ബ്ലോക്ക് 2 വന്നിട്ട് ദ ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ദ ക്ലൈമാറ്റിക് ചേഞ്ച്. ഇതിനകത്ത് നിന്ന് 30% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബ്ലോക്ക് 3 വന്നിട്ട് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫുഡ് സെക്യൂരിറ്റി ആണ്. 25% ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ബ്ലോക്ക് 4 വന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എ വേ ഫോർവേഡ് ആണ്. 10% ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. സോ ഇമ്പോർട്ടൻസ് ലെവൽസ് അക്രോസ് ദ യൂണിറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ലോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹൈ റെക്കറിംഗ് ചാൻസ് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 3-4 തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മീഡിയം ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ മീഡിയം മോഡറേറ്റ് ഫ്രീക്വൻസിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അതായത് 2 to 3 ടൈംസ് മാത്രമേ ഇത് ചോദിച്ചിട്ടുള്ളൂ. ഇനി ലോ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അതൊരു 1 ടൈം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ടോപ്പിക്സുകളാണ് ലോ കാറ്റഗറി സെക്ഷനിലേക്ക് വരുന്നത്. ഇനി കീ ഇൻസൈറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഹൈ എൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ട്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്ലോബൽ കോമൺസ്, ഫുഡ് സെക്യൂരിറ്റി, ക്ലൈമാറ്റിക് ചേഞ്ച്, ഇന്റർ റിലേഷൻഷിപ്പ്. ഇത് കൺസിസ്റ്റന്റ്ലി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് പ്രിപ്പറേഷൻ ടോപ്പിക്സുകൾ എടുക്കുമ്പോൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്ന് പറയുന്ന ഹൈ വെയിറ്റേജ് വരെയാണ്. അപ്പൊ കൂടുതലും ഈ 2 ബ്ലോക്കുകൾ, ബ്ലോക്ക് 1 ബ്ലോക്ക് 2 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പേപ്പറിൽ വരുന്ന ഈ 2 ബ്ലോക്കുകളും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കണം. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സ്കോപ്പ്, മീനിങ്, ഗ്ലോബൽ ഗവർണൻസ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 1-നകത്തും ബ്ലോക്ക് 2-നകത്തും കവർ ചെയ്ത് വരുന്നത്. അപ്പൊ കൂടുതൽ വെയിറ്റേജ് അതിനകത്ത് കൊടുക്കുക. അതേപോലെ തന്നെ മോഡറേറ്റ് എൽഡിങ് ടോപ്പിക്സുകൾ വരുമ്പോൾ ഇപ്പൊ ഗ്രീൻ ടെക്നോളജീസ്, എഡ്യൂക്കേഷൻ, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റൂള്, ഇതൊക്കെ എന്ന് പറയുന്നത് മോഡറേറ്റ് ടോപ്പിക് എൽഡിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി റെക്കമെൻഡേഷൻ ഫോർ ദ സ്റ്റുഡൻസ്, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്കുകളും യൂണിറ്റുകളും ഏതാണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈം അലോക്കേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഹൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾക്ക് ഒരു 60 നിങ്ങളുടെ ഒരു സ്റ്റഡി അവറിന്റെ ഒരു 60%ഓളം ടൈം എന്ന് പറയുന്നത് ഹൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് വേണം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കിയുള്ളത് മീഡിയത്തിനും ലോ ആയിട്ട് റിക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക് പ്രയോറിറ്റീസിന് ഈക്വൽ ആയിട്ട് ഉള്ള രീതിയിൽ വേണം കൊടുത്ത് പഠിക്കാനായിട്ടുള്ളത്. പ്രാക്ടീസ് ചെയ്യുക. ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് എങ്ങനെ ഉത്തരം എഴുതി തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ലേൺ വൈസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് തന്നെ അയച്ചു കൊടുക്കുക. അവരത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അതിനെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള മാർക്സ് സെക്യൂർ ചെയ്യാനും പറ്റും. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട്. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ BPAG 174ന്റെ എക്സാമിനേഷൻ കൺസിസ്റ്റന്റ് വരുന്ന സ്ട്രക്ചർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഒന്ന് വന്നിട്ട് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 500 to 600 വേർഡ്സിന് എഴുതാനായിട്ടുള്ള ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഇൻഡെപ്ത് അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ട്രക്ചേർഡ് വേയിൽ നമുക്ക് ആ ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 200 to 300 വേർഡ്സിന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ കൺസൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മാത്രം കൊടുത്താൽ മതി. സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ളതിനകത്ത് ഒരു 200 to 300 വേർഡ്സിനകത്ത് പറ്റുന്ന രീതിയിൽ അതിനെ എഴുതിയാൽ മതി.
അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ട്രാജഡി ഓഫ് കോമൺസ് ആൻഡ് ദ കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ്. ഇത് ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ആൻഡ് ഇവാലുവേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ കമ്പാരിറ്റീവ് ആൻഡ് ഇവാലുവേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഒരു കമ്പാരിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്നുള്ള രീതിയിലാണ് ഇതിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, കാരണം 2022 ഡിസംബറിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 22 ചോദിച്ചിട്ടുള്ള, ഇവിടെ ഒന്ന് കട്ട് ചെയ്യണേ, ചെറിയൊരു ബ്രേക്കേജ് വന്നിട്ടുണ്ട്. ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എക്സാമിൻ ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ഗ്ലോബൽ കോമൺസ്, ദ ഗ്ലോബൽ ഗവർണൻസ് ആൻഡ് ദ ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം 2022 ഡിസംബറിൽ വന്നിട്ടുള്ളതാണ്. ഇതൊരു എക്സാമിനേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതൊരു ഇവാലുവേറ്റീവ് ചെയ്ത് എഴുതാനായിട്ടാണ് ഇതിന്റെ ചോദ്യം വരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നാലാമത് വരുന്ന ഡിഫറെന്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ലൈ ടു ദ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് എഴുതാം. തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ചോദിക്കുന്നുണ്ടാവുക. ഇനി ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് 2022 ജൂണിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് ആണ് നമ്മൾ, അതിന്റെ ട്രെൻഡ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓഫ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2019 to 23 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിനകത്ത് വന്നിട്ട് ബ്ലോക്ക് 1 ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത് ദ മീനിങ്, ദ നേച്ചർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ദ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹൈ റെക്കറിംഗ് ചാൻസ് ആണ് ആ ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്നത്. ഇനി ബ്ലോക്ക് 2 എടുത്തു കഴിഞ്ഞാൽ ദ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ദ ക്ലൈമറ്റിക് ചേഞ്ച്. ഇതിനകത്ത് ഗ്ലോബൽ കോമൺസ്, ദ ക്ലൈമറ്റിക് ചേഞ്ച്, ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി, എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇനി ബ്ലോക്ക് 3 എടുത്തു കഴിഞ്ഞാൽ ദ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആണ്. ഇതിനകത്ത് ഫുഡ് സെക്യൂരിറ്റി, ഗ്രീൻ ടെക്നോളജി, എഡ്യൂക്കേഷൻ റൂൾ, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, ഇവാലുവേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 4 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിനകത്ത് നിന്ന് ദ പോളിസി ഇന്നോവേഷൻ, റോൾ ഓഫ് NGOs ആൻഡ് ദ കോപ്പറേറ്റീവ്സ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. നൗ ദ കീ പാറ്റേൺസിലോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഫോക്കസ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ആണ്. മോസ്റ്റ്ലി എസ്എ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സ് ചോദിക്കുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോളിസി ഡ്രിവൺ ആയിട്ടുള്ള ആസ്പെക്ട്സും ചോദിക്കുന്നുണ്ട്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫുഡ് സെക്യൂരിറ്റി, ഇൻഡിജീനിയസ് റൈറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സുകൾ റെക്കറിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഷിഫ്റ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെന്റ് പേപ്പേഴ്സ് 2022 to 23 പേപ്പേഴ്സ് നോക്കുമ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷനെ പറ്റിയിട്ട് കൂടുതൽ എംഫസൈസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്നത് ഇഗ്നു. ഇനി മാർക്ക് വൈസ് അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ്. മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 2019 to 2023 ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രഡിക്റ്റബിൾ പാറ്റേൺസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മാർക്ക് അലോക്കേഷൻ ഓഫ് ബൈ ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുമ്പോൾ എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു 60% ഓഫ് ടോട്ടൽ മാർക്കിനകത്ത് വരുന്നുണ്ട്. ബാക്കി 40% ഓഫ് മാർക്ക് വരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്താണ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 35% കവറേജ് വരുന്നുണ്ട്, ബ്ലോക്ക് 2 30% ഓഫ് കവറേജ് വരുന്നുണ്ട്, ബ്ലോക്ക് 3 25% ഓഫ് കവറേജ് വരുന്നുണ്ട്, ബ്ലോക്ക് 4 10% ഓഫ് കവറേജ് വരുന്നുണ്ട്. ഇനി ഇഗ്നു ഫോക്കസ് 3.0 വിഷ്വലൈസേഷൻ ഓഫ് ദ ഡിഫറെന്റ് മാർക്ക് ട്രെൻഡ്സ് നോക്കുമ്പോൾ നമ്മളിവിടെ പൈ ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത്. സോ ബ്ലോക്ക് 1 35% വരുന്നുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ബ്ലോക്ക് 2 ഒരു 30% വരുന്നുണ്ട്, ബ്ലോക്ക് 3 25% വരുന്നുണ്ട്. കുറവ് വരുന്നത് ബ്ലോക്ക് 4 ഒരു 10%. സോ ഈ ഒരു വെയിറ്റേജ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ടുള്ളത്. സോ എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ ഒരു പൈ ചാർട്ട്, ബാർ ഗ്രാഫ് കൊടുത്തിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഗോ ത്രൂ ചെയ്യാം. സോ ഇഗ്നു ഫോക്കസ് 3.0 ഡിഫറെന്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സെക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ക്ലൈമറ്റിക് ചേഞ്ചിന്റെ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, കമ്പോണൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ അത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. എസ്എ റൈറ്റിങ്ങിനകത്ത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ആ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എക്സെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ടൈം ബാലൻസ് ചെയ്യുക. ബ്ലോക്ക് 3 ബ്ലോക്ക് 4 എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മാർക്കിനാണ് വരുന്നത്. ഫ്യൂർ മാർക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു 2 ബ്ലോക്കും വരുന്നത്. അപ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 തന്നെയാണ്. കാരണം ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 3 ബ്ലോക്ക് 4 വരുന്നത്. സോ ആ ഒരു ഷിഫ്റ്റ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. കാരണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിനേഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇഗ്നു സെറ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ടും
ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻസിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ റൈസിങ് കോൺസെപ്റ്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പൊ അതിന് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ദി ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലോക്ക് ഒന്നിനകത്ത് നോക്കുമ്പോൾ അത് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിനകത്ത് വരുന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ദി യൂണിറ്റ് 1, ദ മീനിങ് ആൻഡ് ദ സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ ഇതിനകത്ത് റെക്കറിംഗ് ആയിട്ട് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്കസ് ദ മീനിങ് ആൻഡ് ദ നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി ആ ബ്ലോക്കിന് തന്നെ യൂണിറ്റ് 2 മേജർ കമ്പോണൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ യൂണിറ്റിൽ നിന്ന് വരുന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ എക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വാട്ട് ആർ ദ സോഷ്യൽ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി യൂണിറ്റ് 3 എടുത്ത് അപ്രോച്ചസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ഓഫ് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിസ്കസ് ദ കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് അപ്രോച്ച്. ഇനി യൂണിറ്റ് 4 ഗോൾസ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കസ് ദ ട്രാൻസിഷൻ ഫ്രം ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇനി ബ്ലോക്ക് 2 എടുത്ത് നോക്കുമ്പോൾ ദ ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ദ ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ ബ്ലോക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഗ്ലോബൽ കോമൺസ് ആണ്. അതിനകത്ത് വരുന്ന 1 എന്ന് പറയുന്നത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ്, എക്സാമിൻ ദ ഗ്ലോബൽ ഗവർണൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു യൂണിറ്റിനകത്ത് നിന്ന് വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് യൂണിറ്റ് 6. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആണ്. ഇതിനകത്ത് നിന്ന് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റയോ എർത്ത് സമ്മിറ്റ് 1992, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നിന്ന് വരുന്നത്. ഇനി യൂണിറ്റ് 7 ദ ക്ലൈമറ്റിക് ചേഞ്ച് എടുത്ത് നോക്കുമ്പോൾ എക്സാമിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ദ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, കോമൺ ബട്ട് ദ ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി ബ്ലോക്ക് 3 എടുക്കുമ്പോൾ ദ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. അതിനകത്ത് വരുന്ന യൂണിറ്റ് 8 എന്ന് പറയുന്ന ഫുഡ് സെക്യൂരിറ്റി ആണ്. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. യൂണിറ്റ് 9 ദ ഗ്രീൻ ടെക്നോളജീസ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കാറ്റഗറീസ് ഓഫ് ഗ്രീൻ ടെക്നോളജി. Unit 10 Education. Describe the role of education in sustainable development. Block 4 the sustainable development a way forward. എടുത്ത് നോക്കുമ്പോൾ യൂണിറ്റ് 11 the policy innovation. Explain the policy innovations required for the sustainable development. Unit 12 എടുത്ത് നോക്കുമ്പോൾ equity and justice. Examine the relationship between the environmental justice and rights of tribals. ഇതൊക്കെയാണ് ബ്ലോക്ക് 4 നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി മാർക്ക് അലോക്കേഷൻ നമ്മൾ നോക്കുകയാണ്. ദ പ്രിൻസിപ്പിൾസ് ടോപ്പിക് ബേസ് നമ്മൾ നോക്കുകയാണ് കേട്ടോ. ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 20 മാർക്സ് ആവറേജ് മാർക്കിനകത്ത് വരുന്നുണ്ട്. ഹൈ ഇമ്പോർട്ടൻറ്റ് വരുന്ന ഒരു ഏരിയ ആണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്പോണൻസ്, അതും ഒരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച്, അതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി മീഡിയം റെലവൻസിലുള്ള ടോപ്പിക്സുകൾ നോക്കുന്ന സമയത്ത് ദ എർത്ത് സബ്മിറ്റ് ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻസ്, എഡ്യൂക്കേഷൻ റോൾ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ദ ഗ്രീൻ ടെക്നോളജീസ്. ഇനി റെക്കമെൻഡേഷൻ ഫോർ ദ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് വരുന്നിട്ടുള്ള ടോപ്പിക്സും യൂണിറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഹൈ എൽഡിങ് യൂണിറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പർട്ടിക്കുലർലി യൂണിറ്റ് 1 ദ മീനിങ് ആൻഡ് ദ നേച്ചർ, യൂണിറ്റ് 2 ദ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി ബ്ലോക്ക് 2 ദ ഗ്ലോബൽ കോമൺസ് ആൻഡ് ദ ക്ലൈമറ്റിക് ചേഞ്ച്. യൂണിറ്റ് 5ഉം യൂണിറ്റ് 4ഉം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എസ്സേസ് വരുന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. ജസ്റ്റ് അതൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഇനി ബ്ലോക്ക് 3 ഫുഡ് സെക്യൂരിറ്റി ഡിഫറെന്റ് ടൈംസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നിട്ടുള്ള ടോപ്പിക് ആണ് ഫുഡ് സെക്യൂരിറ്റി. ഹൈ മാർക്ക് അലോക്കേഷൻ ആ ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. ഇനി സ്ട്രാറ്റജി ഫോർ ദി അഡ്വൈസ്
എക്സാമിനേഷനിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജീസും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനകത്തും സ്ട്രക്ചർ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി, ഗ്ലോബൽ ഗവർണൻസ്. ഇനി ഷോർട്ട് ആൻസറിന് പഠിക്കുന്ന സമയത്ത് കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടത് ഗ്രീൻ ടെക്നോളജീസും എഡ്യൂക്കേഷന്റെ റോളും. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ലെവറേജ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ പേപ്പേഴ്സ് നമ്മൾ ബേസ് ചെയ്തിട്ട് അതിന്റെ തിയറീസും അതിന്റെ ആപ്ലിക്കേഷൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. ക്ലൈമറ്റിക് ചേഞ്ചസും അതിന്റെ റെലവൻസും എന്താണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കണം. ഇനി ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് നോക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഫോക്കസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 1-നും ബ്ലോക്ക് 2-നുമാണ്. കാരണം മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ഫൗണ്ടേഷൻ വരുന്നത് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം ആണ്. ബാലൻസ് വെയിറ്റേജ് കൊടുക്കേണ്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 3-ഉം യൂണിറ്റ് 4-ഉം ആണ്. ഇനി എമർജിംഗ് പാറ്റേൺസ് ബേസ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻസ് അതുപോലുള്ള പോളിസി ഇന്നോവേഷൻസ് ഫോക്കസ് കൊടുത്തിട്ട് വേണം പഠിക്കാനുള്ളത്. കാരണം റിപ്പീറ്റഡ് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണത്. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രോബിലിറ്റി റേറ്റിംഗ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ബ്ലോക്ക് 1 ദ കോൺസെപ്റ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിനകത്ത് യൂണിറ്റ് 1 മീനിങ് ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹൈ ഫ്രീക്വൻസി വരുന്ന പ്രോബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ്ലി എക്സാമിനേഷൻ ഇത് ചോദിക്കുന്നുണ്ട്. ഇനി യൂണിറ്റ് 2 ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റൽ കോൺസെപ്റ്റ്സ് എടുക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ഉള്ള ഏരിയ ആണ്. അതിനകത്ത് വരുന്ന തിയറട്ടിക്കൽ ഫോക്കസും കൺസിസ്റ്റന്റ്ലി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 3 എടുക്കുമ്പോൾ ദ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ആൻഡ് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി ബിൽഡിംഗ് അപ്രോച്ച് എടുക്കുമ്പോൾ അതും ഹൈ പ്രോബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. റെഗുലർലി എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഇനി യൂണിറ്റ് 4 എടുക്കുമ്പോൾ ട്രാൻസിഷൻ ഫ്രം ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ടു ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നോക്കുമ്പോൾ മീഡിയം പ്രോബിലിറ്റി വരുന്നതാണ്. അതിനകത്ത് നിന്ന് ഹയർ എംഫസൈസ് കൊടുത്തിട്ട് വേണം ആ ഒരു ടോപ്പിക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 വന്നിട്ട് ദ ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ചിനകത്ത് വരുന്ന യൂണിറ്റ് 5. യൂണിറ്റ് 5 വന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് ആൻഡ് ഗവർണൻസ് ഹൈ പ്രോബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. റിപ്പീറ്റഡ്ലി ഇത് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. അതേപോലെ തന്നെ യൂണിറ്റ് 6 വന്നിട്ട് ദ എർത്ത് സബ്മിറ്റ് ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് മീഡിയം പ്രോബിലിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ എംഫസൈസ് ചെയ്ത് വേണം പഠിക്കാനായിട്ടുള്ളത്. അതേപോലെ തന്നെ യൂണിറ്റ് 7 എടുത്തിട്ട് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഹൈ ഫ്രീക്വൻസി വരുന്നതാണ്. കാരണം എസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ബ്ലോക്ക് 3 വന്നിട്ട് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആണ്. ഇതിനകത്ത് യൂണിറ്റ് 8 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ഇത് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. യൂണിറ്റ് 9 വന്നിട്ട് ദ ഗ്രീൻ ടെക്നോളജീസ് ഫോർ ദ ഹെൽത്ത് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി മീഡിയം പ്രോബിലിറ്റി വരുന്നതാണ്. അതിന്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസും മീഡിയം റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ നമ്മൾ നോക്കണം. ഗ്രീൻ ടെക്നോളജീസ് എന്താണ് എന്നുള്ളത്. കാരണം ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണല്ലോ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് 10 വന്നിട്ട് ദ എഡ്യൂക്കേഷൻ റോൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത് മീഡിയം പ്രോബിലിറ്റി ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. യൂണിറ്റ് 9 ആൻഡ് യൂണിറ്റ് 10 നിന്ന് ഗ്രീൻ ടെക്നോളജീസ് ആൻഡ് ദ എഡ്യൂക്കേഷൻ റോൾ നമ്മൾ നേരത്തെ എംഫസൈസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക്കുകൾ ഈ ഒരു യൂണിറ്റിലാണ് വരുന്നത്. കൂടുതൽ എംഫസൈസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 വന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എ വേ ഫോർവേഡ്. ഇതിനകത്ത് യൂണിറ്റ് 11 പോളിസി ഇന്നോവേഷൻസ് അതൊരു മീഡിയം ലെവൽ ഓഫ് പ്രോബിലിറ്റി വരുന്ന ഒരു ഇതാണ്. പോളിസി ഫ്രെയിംവർക്സ് ആണ് കൂടുതലായിട്ടും വരുന്നത്. കാരണം ഇത് റെക്കറിംഗ് ആയിട്ട് ഇപ്പോൾ ഇതിന്റെ ടോപ്പിക്സുകൾ ഇതിന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 12 വന്നിട്ട് എൻവയോൺമെന്റൽ ജസ്റ്റിസ് ആൻഡ് ട്രൈബൽ റൈറ്റ്സ് ആണ്. മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാമ്പിൾസും വെച്ചിട്ട് കേസ് സ്റ്റഡീസും വെച്ചിട്ട് വേണം ഇത് ആൻസർ ചെയ്യാനുള്ളത്. ഇനി യൂണിറ്റ് 13 എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസേജ് ആണ്. ലോ ഫ്രെയിംവർക്കിൽ വരുന്നതാണ്. മിനിമൽ എംഫസിസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി യൂണിറ്റ് 14 വന്നിട്ട് ദ റോൾ ഓഫ് എൻജിഒസ് ലോ ഫ്രീക്വൻസി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. ഇനി വിഷ്വൽ ബേസ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് ദ പ്രോബിലിറ്റി റേറ്റിംഗ്സ് ആണ്. ഹൈ പ്രോബിലിറ്റി ലെവൽ ഉണ്ട്, മീഡിയം പ്രോബിലിറ്റി ലെവൽ ഉണ്ട്, ലോ പ്രോബിലിറ്റി ലെവൽ ഉണ്ട്. സോ കളർ കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ പ്രോബിലിറ്റി ലെവൽ ഗ്രീൻ കളറിലും മീഡിയം പ്രോബിലിറ്റി ലെവൽ യെല്ലോ കളറിലും ലോ പ്രോബിലിറ്റി ലെവൽ റെഡ് കളറിലുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിനകത്ത് വരുന്നത് ബ്ലോക്ക് 1 ദാറ്റ് ഇസ് മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. ഇനി എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കമ്പോണൻസ് യൂണിറ്റ് 2 ബ്ലോക്ക് 1 കോർ കോൺസെപ്റ്റ് എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് യൂണിറ്റ് 5 ബ്ലോക്ക് 2 ഇതിനകത്ത് നിന്ന് കൺസിസ്റ്റന്റ്ലി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട്. ഇനി ഫുഡ് സെക്യൂരിറ്റി യൂണിറ്റ് 8 ബ്ലോക്ക് 3 റിപ്പീറ്റഡ്ലി അപ്ലൈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും തിയറട്ടിക്കൽ കണ്ടക്സ്റ്റും ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവുക. ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിലോട്ട് വരുന്ന നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ട്രാൻസിഷൻ ആണ്. യൂണിറ്റ് 4 ബ്ലോക്ക് 1 പോളിസി എവല്യൂഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നിന്ന് വരുന്നത്. ഇനി എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് യൂണിറ്റ് 10 ബ്ലോക്ക് 3
നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ അതിന്റെ തീം ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി പോളിസി ഇന്നോവേഷൻ യൂണിറ്റ് 11 ബ്ലോക്ക് 4 നമ്മൾ നോക്കുന്ന സമയത്ത് സസ്റ്റൈനബിൾ ഗവർണൻസിന്റെ പോളിസി ഇന്നോവേഷൻസും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസേജ് യൂണിറ്റ് 13 ബ്ലോക്ക് 4 അത് ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ് അതിനകത്ത് വരുന്നത്. ഇനി റോൾ ഓഫ് എൻക്യൂസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 14 ആൻഡ് ബ്ലോക്ക് 4 നമ്മൾ എടുക്കുന്ന സമയത്ത് മിനിമൽ റെക്കറൻസ് വരുന്നിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഇതിനകത്തുനിന്ന് വരുന്നുണ്ടാവുക. ഇനി ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ്. സ്ട്രക്ചർ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ടറി ഡെഫിനിഷൻ എഴുതുക, ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഒരു കൺക്ലൂഡിംഗ് റിമാർക്ക് കൊടുക്കുക. സോ ദ ആൻസർ സ്ട്രക്ചർ ഷുഡ് ബി, ബോഡി ഷുഡ് ബി ദർ, introduction should be there, introduction should be there in the first part, and second part body should be there, and the last part there should be a conclusion. Then we are moving towards the focus on the key terminologies. Key terminologies നോക്കുന്ന സമയത്ത് ഗ്ലോബൽ കോമൺസ്, ഗ്രീൻ ടെക്നോളജീസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റെക്കറിംഗ് ആയിട്ട് വരുന്നിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനുള്ളത്. ഇനി പ്രാക്ടീസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആൻസേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫുഡ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് ഗവേണൻസ്, അതിലേക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ നമ്മുടെ ഇഗ്നോയുടെ വരാൻ ചാൻസ് ഉള്ള പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ലേൺ ബേസ് നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോ ത്രൂ ചെയ്യുകയാണ്. So the predictive question paper of the 2024 December TTE term and examination. So BPAG 174 Sustainable Development, the Bachelor of Arts, General BAG, the time allocated 3 hours, maximum mark 100. Based on the instruction, all the 5 questions of the following given question pattern, at least 2 from each section you need to attempt. Each question carries 20 mark. The answer should be written approximately 500 words for the essay type of question. And for the short answer type of question, it should be in the word limit between 250 to 300 words. So section 1, the first question is, discuss the meaning and the scope of sustainable development, emphasizing its 3 principles and features. Unit 1, the meaning, nature and the scope of sustainable development, block 1. ഇതിൽ നിന്ന് വന്നിട്ടുള്ള question ആണ് കേട്ടോ. രണ്ടാമത്തെ question എന്ന് പറയുന്നത്, examine the economic, social and the environmental components of the sustainable development, how these interrelate in achieving the global sustainability. Unit 2, the major components of sustainable development, block 1 ൽ നിന്ന് വന്നിട്ടുള്ള question ആണ്. Now the third question, analyze the approaches to the sustainable development with the focus on the integrated system and the community capacity building approach. Unit 3, approaches to sustainable development, block 1. Now the fourth question, write the short answer on the following global commons, challenges under governance. Unit 5, the global commons, block 2. Then the second short answer type of question is from sustainable development goals, SDGs and their significance in environmental protection. Unit 4, the goals of sustainable development, block 1. Now from the section 2, discuss the concept of climatic change and examine its interrelationship with sustainable development and food security. Unit 7, climate change, and Unit 8, food security, block 2 and 3. Now, the sixth question is, describe the characteristic and the categories of green technologies, explain their role in the health and sanitization. Now, Unit 9,
The role of green technologies, block 3. എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. Now, the 7th question is critically evaluate the principle of common but differentiated responsibilities in the context of the global environmental governance. Unit 7, interrelationship among development, sustainability and climatic change, block 2. Now, 8th question, write a short answer on the following. First question of 8th A section is policy innovation for the sustainable development, challenges and solutions. Unit 11, policy innovation, block 4. Then the role of indigenous people in promoting environmental justice and sustainability. Unit 12, equity and justice, block 4. So, നമ്മളിവിടെ ഈ ഒരു പ്രറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇഗ്നോ ഫോക്കസ് 3.0 വഴിയിട്ട് നിങ്ങൾ BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ലേൺ വൈസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നും ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണ് ഇതിന്റെ കവറേജ് വരുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. So, thank you. All the best for your exam. Thank you. Bye. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.